അസ്സലാമു അലൈക്കും. റമദാൻ 17 ആയി ഇന്ന്. ഇനി സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 17-ാം രാവായിരുന്നു. അതിന് പതിവായി അവർ ചെയ്തു വന്നിരുന്നത് ഈ വർഷവും കുറേ കൂടി വിപുലമായി തന്നെ അവർ നടത്തുകയുണ്ടായി. വിമർശനമുണ്ടാകുന്നതിനനുസരിച്ച് അത് എല്ലാ വർഷവും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് അവരുടെ വിശ്വാസം, അവർ നടത്തട്ടെ. ഇനി വരാനുള്ള ഒരു കാര്യം ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് നൽകുവാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ സുന്നത്തിൽ അത് പെടും. സംഘടിതമായ ഫിത്ർ സക്കാത്ത് പ്രവാചകൻ നടത്തിയിരുന്നു എന്ന ഒരു ഖൗലും ഉണ്ട്. ഏതായാലും കേരളത്തിൽ പഴയ കാലത്ത് ചില പള്ളികളിലൊക്കെ ഫിത്ർ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്തിരുന്നു. പിന്നീട് അങ്ങനെ സംഘടിച്ച് വിതരണം ചെയ്യാൻ പാടില്ല, പ്രവാചകൻ്റെ കാലത്ത് ഫിത്ർ സക്കാത്തിന് വേണ്ടി പിടിയും വലിയും ഉണ്ടായിട്ട് ശരീരത്തിൽ നിന്ന് ചോര വന്നിരുന്നു എന്നൊക്കെയുള്ള പുതിയ അറിവുണ്ടായതോടുകൂടി സുന്നി വിഭാഗം അതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. പിന്നെ അതിൽ ബാക്കിയായത് മുജാഹിദുകളാണ്. ഫിത്ർ സക്കാത്ത് സംഘടിതമായി മുജാഹിദുകൾ നടത്താൻ തീരുമാനിച്ച അക്കാലത്ത് വീടുകളിലൊക്കെ 8ഉം 10ഉം കുട്ടികളുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ വിവരം അറിയുന്നത് നേരം പുലരുന്നതിൻ്റെ മുമ്പ്, ചിലപ്പോൾ സുബഹി വാങ്ങിൻ്റെ തൊട്ട് മുമ്പും അല്ലെങ്കിൽ പാതിരാത്രിക്കുമൊക്കെ ആയിരിക്കും. വിവരം അറിയുമ്പോൾ വീട്ടിൽ നിന്ന് അധികം കുട്ടികൾ പോകാനുണ്ടാകുമ്പോൾ അവർ 4 പാടും ചൂട്ടും കത്തിച്ച് പോവുകയും അവർക്ക് ധാരാളം അരി ലഭിക്കുകയും ചെയ്യും. എന്നാൽ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാനില്ലാത്ത വീട്ടുകാർക്ക് ചിലപ്പോൾ ഒട്ടും അരി ലഭിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് സംഘടിതമായി നടത്താനുള്ള ഒരു തീരുമാനം കൊണ്ടുവന്നത്. അന്ന് അത് വളരെ ശ്ലാഘനീയമായിരുന്നു. കാരണം എല്ലാവർക്കും അരി കിട്ടി മഹല്ലിൽ എന്ന് അവർ ഉറപ്പുവരുത്തി. അന്ന് ഈ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊണ്ട് മാത്രം പെരുന്നാളിന് ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. കാലം വളരെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി ലഭിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് അന്നേ ദിവസം ആരും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നില്ല. ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഒന്ന് ഫിത്ർ സക്കാത്തിൻ്റെ അരിയുടെ പണം വാങ്ങി ആ പണം കൊണ്ട് ഇപ്പോൾ ആളുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുന്തിയ അരി വാങ്ങിക്കൊടുക്കാം എന്ന്. അപ്പോൾ ഒരു വിമർശനമുണ്ടായി, അത് തന്ന അരി തന്നെ കൊടുക്കണം. എന്നാൽ എല്ലാവർക്കും ഈ കുഴിമന്തിക്ക് വേണ്ടിയുള്ള അരി കൊടുക്കാൻ സാധിക്കുമോ? അത് സാധിക്കുകയുമില്ല. അപ്പോൾ പഴയ രൂപത്തിൽ തന്നെ, പക്ഷെ പഴയ കാലത്ത് വളരെ വില കുറഞ്ഞ അരിയായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ ഭേദപ്പെട്ട അരി വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും ഇന്ന് എവിടെയും ഒരാളും ആ അരി കൊണ്ട് ഭക്ഷണമുണ്ടാക്കുന്നില്ല. ആ ഭാഗം ഇരിക്കട്ടെ. ഇനി അതിന് നല്ല അരി വാങ്ങിക്കൊടുക്കാൻ വകുപ്പില്ല. അതുപോലെ തന്നെ ഇതര സമുദായങ്ങൾക്ക് അരി കൊടുക്കാൻ ഉണ്ടെന്നും രണ്ടും ഒരേ രൂപത്തിൽ തന്നെ മതപണ്ഡിതന്മാർ ഫത്വ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ സംഘടിത ഫിത്ർ സക്കാത്ത് ഇപ്പോൾ മുജാഹിദ് മഹല്ലുകളിലൊക്കെ ഒരു ഇസ്ലാമിക ഭരണക്രമം നടപ്പിലാക്കുന്നത് പോലെ വളരെ കർശനമായാണ് നടപ്പിലാക്കി വരുന്നത്. മഹല്ലിൽ ഫിത്ർ സക്കാത്ത് നൽകാത്ത ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു അലിഖിത നിയമം തന്നെ ചില മഹല്ലുകളിലുണ്ട്. ആരെങ്കിലും അരി തരാത്തവരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ച് അരി നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നു പോലുമുണ്ട്. ഇങ്ങനെയൊക്കെ ശേഖരിക്കുന്ന അരി പിന്നീട് ഈ അരി നൽകുന്നവരുടെ വീട്ടിലേക്ക് തന്നെ ഈ അരിയുടെ പണം കൊണ്ട് മൊത്തത്തിൽ അരി ഒന്നായി വാങ്ങി ചാക്കിലാക്കി അരി തന്ന ആളുകളുടെ വീട്ടിൽ തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇങ്ങനെ ഒരവസ്ഥ ഈ സംഘടിത ഫിത്ർ സക്കാത്തിനുണ്ടാകും എന്ന് ഇത് നടപ്പിലാക്കിയവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. ഒരാൾ അരി കൊടുക്കുന്നു, അതിൻ്റെ പണം പള്ളി കമ്മിറ്റിക്ക് നൽകുന്നു, പള്ളി കമ്മിറ്റി അരി വാങ്ങുന്നു, അരി വാങ്ങിയ ശേഷം ആ അരിയുമായി വീട്ടിൽ വന്നേതാ നിങ്ങളുടെ ഫിത്ർ സക്കാത്തിൻ്റെ അരി എന്ന് പറയുന്നു, അത് വാങ്ങി വെക്കുന്നു.
അതോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫിത്ർ സക്കാത്ത് സംഘടിതമായി നടത്തുന്ന ഒരു സാഹചര്യവും ഇന്നില്ല. ഇവിടെ ഒരു ഇസ്ലാമിക ഭരണവുമില്ല. അപ്പോൾ അത് ആർക്കാണ് അവരുടെ കുടുംബത്തിനോ അയൽവാസികൾക്കോ മുസ്ലിങ്ങൾക്കോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കട്ടെ എന്ന് കരുതി മഹല്ല് കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ നിന്ന് പിന്മാറാവുന്നതാണ്. അങ്ങനെ മഹല്ല് കമ്മിറ്റി ഇതിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് ഇവിടെ മതത്തിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇനി ഇങ്ങനെ അരി നിർബന്ധിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ആൾ പറഞ്ഞേക്കുന്നതിൽ വീട്ടുകാർ ചിലപ്പോൾ അരി ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ സാധിക്കാത്തവരും അക്കൂട്ടത്തിലുണ്ടാകും. പക്ഷേ അരി കൊടുത്തു കഴിഞ്ഞാൽ അതിലേറെ അരി വീട്ടിലെത്തും എന്ന പ്രതീക്ഷയിൽ അവർ പക്ഷേ കടം വാങ്ങി ചിലപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ടാവാം. ഏതായാലും ഈ ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിലുള്ള ഈ നിർബന്ധ ബുദ്ധി ഒന്നുകിൽ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ പള്ളിക്കമ്മിറ്റിക്ക് തിരിച്ച് അരി വേണ്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് അരി പള്ളിക്കമ്മിറ്റിയെ ഏൽപ്പിക്കാവുന്നതാണ് എന്ന ഒരറിയിപ്പ് കൊടുത്താലും മതിയാകും. അങ്ങനെ ലഭിക്കുന്ന അരി എവിടെയെങ്കിലും പ്രയാസപ്പെടുന്ന പെരുന്നാളിന് ഭക്ഷണം ലഭിക്കാത്ത ഏതെങ്കിലും സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ, കേരളത്തിൽ അങ്ങനെയില്ല, ഏതെങ്കിലും സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിലേക്കൊക്കെ സപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയും ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്നറിയുന്നു. അതിനാണ് പ്രോത്സാഹനം നൽകേണ്ടത്. അല്ലാതെ ഈ അരി ശേഖരിച്ച് അത് അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ പ്രവൃത്തി എപ്പോഴോ അവസാനിപ്പിക്കേണ്ടതാണ്. നാട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ സംജാതമാവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിലേക്ക് തിരിച്ചു വരുന്നതിന് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. ഇതൊന്നും ഒരു രേഖപ്പെട്ട ഒരു സംഭവമല്ല, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്നാൽ ഫിത്ർ സക്കാത്തിന് വലിയ പ്രാധാന്യമുണ്ട്, അത് നൽകുകയും വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഒട്ടില്ലതാണ്.